ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച ആത്മനിർവൃതിയിൽ മനസ്സ് നിറഞ്ഞ ഭക്തരുടെ മടക്കം. രാവിലെ 10:17 ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ആരംഭിച്ച പൊങ്കാല 1:17 നിവേദ്യത്തോടെയാണ് പൂർത്തിയായത്. പൊള്ളുന്ന കുംഭച്ചൂടിനെ പോലും വകവയ്ക്കാതെ ദേവീമന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തലക്ഷങ്ങളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചത്. പൊങ്കാല വിശേഷങ്ങളുമായി തമ്പാനൂരിൽ നിന്ന് പ്രജിത്ത്, കിഴക്കേക്കോട്ടയിൽ നിന്ന് ശ്രീനന്ദ, ക്ഷേത്രത്തിൽ നിന്ന് രശ്മി കാർത്തിക, ടിൻഡുദാസ് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം രശ്മി കാർത്തികയിലേക്കാണ്. രശ്മി, ഈ പൊങ്കാലയുടെ പുണ്യം നുകർന്ന് അങ്ങനെ ഭക്തലക്ഷങ്ങൾ ഇപ്പോൾ ആറ്റുകാലിൽ നിന്ന് മടങ്ങുന്ന, അനന്തപുരിയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനസ്സ് നിറഞ്ഞാണ് അവരുടെ പോക്ക്. അടുത്ത വർഷം ഇനിയും വരാം അമ്മയ്ക്ക് മുന്നിൽ എന്ന് പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് പലരുടെയും മടക്കം. എങ്ങനെയാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? നീലിമ, ഭക്തർ പൊങ്കാല ദേവിക്ക് അർപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ നിന്നും മടങ്ങുന്ന കാഴ്ചയല്ല, ഒരിക്കൽ കൂടി ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീണ്ട നിരയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു തിരക്ക് നമുക്ക് ഈ ഉത്സവം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നതാണ്. ദേവിയെ കാണുന്നതിന് വേണ്ടിയും ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയും ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്നത്. അത് ഓരോ ദിവസവും ദേവിയെ കാണാനും ദേവിയുടെ അനുഗ്രഹം വാങ്ങാനും അത്ര കണ്ട് തിരക്ക് ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ പൊങ്കാലയ്ക്ക് വേണ്ടി മറ്റു പല ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമൊക്കെ നിരവധി ഭക്തർ നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് എത്തി താമസിക്കുന്നവരുണ്ട്. അതും വ്രതനിഷ്ഠയോടുകൂടി ഈ പൊങ്കാല എന്നുള്ള ഈ ഒരു പുണ്യ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. രാവിലെ 10:17 ആറ്റുകാലമ്മയ്ക്ക്, അന്നപൂർണേശ്വരിക്ക്, ആദിപരാശക്തിക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാലയർപ്പിച്ചു. അതിനുശേഷം 1:17 ദേവിക്ക് പൊങ്കാല നിവേദിച്ചത്. ആ നിവേദ്യം കഴിഞ്ഞിരിക്കുന്നു. അതിൽ കുറേ ആളുകളൊക്കെ തന്നെ തിരിച്ച് മടങ്ങിയിട്ടുണ്ട് നാട്ടിലേക്ക്. പക്ഷേ കുറേയേറെ ആളുകൾ, നമുക്ക് ഈ ക്യൂ കാണാം, എത്രത്തോളം നീണ്ടതാണ്. ബാരിക്കേഡും മറികടന്നുകൊണ്ടാണ് ഈ ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവിയെ പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ദർശിക്കാൻ വേണ്ടിയാണ് ഭക്തർ ഇവിടെ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, രാവിലെ ഈ ക്യൂവിൽ നിന്ന് പലർക്കും ദേവിയെ ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അപ്പോഴേക്കും ഏറെ വൈകിയ സമയമുണ്ടായിരുന്നു. പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരാനുള്ള ഒരു നിമിഷമൊക്കെ ആയതുകൊണ്ട് തന്നെ ദർശനം താൽക്കാലികമായി നിർത്തി വെച്ചിരുന്നു. അമ്മ, എത്ര കാലമായി പൊങ്കാലയിടുന്നുണ്ട്? ഞാൻ ആദ്യമായിട്ട് വന്നാണ് ഒരു കൊല്ലം. പൊങ്കാലയിടാൻ വന്നതാണോ അതോ തൊഴാൻ വന്നതാണോ? അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോ എന്താ തോന്നുന്നേ? ദേവിക്ക് പൊങ്കാല ഇടുമ്പോ എന്താ തോന്നുന്നത്? കുഴപ്പമൊന്നും ഉണ്ടായില്ല, സുഖമായിരുന്നു. എന്താ പൊങ്കാല ഇടുമ്പോഴുള്ള ആ ഒരു അനുഭൂതി എന്താണ് അമ്മയ്ക്ക്? കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു, അത് നിറവേറ്റാൻ പറ്റി. പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. എന്തെങ്കിലും പ്രത്യേക ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണോ? അതെ, മോള് പാസ്സായ പൊങ്കാല ഇടാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എന്താ പൊങ്കാല ഇടുമ്പോഴുള്ള എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടണമെന്ന്. പക്ഷെ അത് സാധിച്ചു. ഇനി എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ദേവി കനിയുവാണെങ്കിൽ. എത്രാമത്തെ പൊങ്കാലയാണ്? ഞാനിപ്പോൾ ആദ്യമായിട്ട് വരിക. വലിയ സന്തോഷമുണ്ടോ പൊങ്കാല? സന്തോഷമുണ്ട്, വലിയ സന്തോഷം. അടുത്ത വർഷം വരാൻ പറ്റുമെങ്കിൽ വരും. ഈ ചൂട് വലിയ പ്രശ്നമാണോ? ചൂട് പ്രശ്നമാണ്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ അതൊക്കെ തരണം ചെയ്ത് പൊങ്കാല ഇടും. വന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ പൊങ്കാല ഇടാൻ പറ്റും. എത്ര വയ്യാത്തവരും അത് ജീവിച്ച് പൊങ്കാല. രാവിലെ തൊഴാൻ പറ്റില്ല. നമ്മൾ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അവർ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു. പക്ഷെ വന്നിട്ട് ഒത്തിരി സമയമായി, തൊഴാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടം. എന്തായാലും നിരവധി അമ്മമാരാണ് ഈ പൊങ്കാല അർപ്പിച്ചത്. പോകുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും രാവിലെ പൊങ്കാല ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ ക്യൂവിലൊക്കെ നിന്നിരുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷേ അവരൊക്കെ തന്നെ ദേവിയെ കാണാൻ കഴിഞ്ഞില്ല. കാരണം അഭൂതപൂർവമായ തിരക്കാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ദേവിക്ക് പൊങ്കാല അർപ്പിച്ചപ്പോഴുള്ള ആ ഒരു അനുഭൂതി നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഒരാഗ്രഹമായിരുന്നു, ദേവീനെ കാണണം, പൂജ ചെയ്യണം, പൊങ്കാല അർപ്പിക്കണം എന്നുള്ളത്. അത് സാധിച്ചു. പായസം മാത്രമാണോ ഇട്ടത്? ഞങ്ങളിന്ന് പായസം മാത്രം. രാവിലെ തൊഴാൻ പറ്റിയില്ലായിരുന്നു? രാവിലെ തൊഴാൻ പറ്റിയില്ല. അമ്മ, എത്ര നാളായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? എന്താ ദേവിക്ക് 3 വർഷമായി. ഇപ്പം 2 വർഷവും നമ്മൾ എന്ത് മനസ്സിലാഗ്രഹിച്ചു അത് രണ്ടും നടന്നായിരുന്നു. ഇപ്പം ഈ വർഷവും അതുകൊണ്ട് തന്നെ വന്നതാണ്. അത് നടക്കാതിരിക്കുക അതല്ല, നമുക്ക് അമ്മയെ കാണുക, തൊഴുക, അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം. ഈ ചൂടൊക്കെ ഭയങ്കര ചൂടല്ലേ പുറത്ത്? ഭയങ്കര ചൂടാണ്. അതൊന്നും ആർക്കും ഒരു ബാധകമല്ല. അതൊക്കെ വർഷങ്ങളായിട്ട് എല്ലാവരും അനുഭവിക്കണം തന്നെയാണ്.
അതിപ്പോൾ നമ്മൾ വീട്ടിലിരുന്നാലും ചൂടുണ്ട്, പക്ഷേ ഈ ചൂടൊന്നും ഒരു പ്രശ്നമല്ല, ആരും അത് വകവയ്ക്കാറില്ല എന്നുള്ളതാണ്. എന്താ അമ്മ തോന്നുന്നത് പൊങ്കാല ഇട്ടപ്പോൾ ആദ്യമായിട്ടാണോ പൊങ്കാല? അല്ല, ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പൊങ്കാല ഇടാണ്ടും അല്ലാണ്ടും വന്ന് തൊഴുത് പോയിട്ടുണ്ട്. ഇവിടെ വന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടുന്നത്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് തന്നെ? അല്ല, എൻ്റെ വടക്കംപറൂര് മനക്കപ്പടി, എറണാകുളം ജില്ലയിൽ മനക്കപ്പടി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല ഇടുമ്പോഴുള്ള ഒരു അനുഭൂതി എന്താണ്? നല്ല ഇതാണ്, നമുക്ക് നല്ലൊരു അനുഭൂതിയാണ്. എൻ്റെ നാട്ടിലുണ്ട് പൊങ്കാല, കാളികുളങ്കര അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ ഈ പൊങ്കാലയും തെണ്ടും നമ്മൾ ഇടാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അവിടെ ഇതുപോലുള്ള തീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സഹിച്ചിട്ടുള്ളതാണ്. അല്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുത്തുകൊള്ളന് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ അന്തരീക്ഷം നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇനിയും വരണം എന്നാണ് ഇനി ആഗ്രഹം. അങ്ങനെയാണ് ഓരോ ഭക്തരും പറയുന്ന ഒരു കാര്യം. ഈ പുറത്ത് പൊങ്കാല എന്നാൽ ഒരിക്കൽ പൊങ്കാലയർപ്പിച്ചവർക്ക് ഒരു ലഹരി പോലെയാണ്. വരും വർഷങ്ങളിലും അമ്മയെ കാണാനും പൊങ്കാലയർപ്പിച്ചും മടങ്ങാനുമുള്ള വലിയ ആഗ്രഹം ഉള്ളിലൊതുക്കുന്ന ഭക്ത ലക്ഷങ്ങളാണ് യഥാർത്ഥത്തിൽ ആറ്റുകാലിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. എത്രയോ വിദൂരമായ പ്രദേശങ്ങളിൽ നിന്നടക്കം ഭക്തലക്ഷങ്ങൾ, സ്ത്രീകൾ ഇവിടെ വന്നു പോവുകയാണ്. വലിയ കാത്തിരിപ്പാണ് നമ്മൾ അവിടെ കാണുന്നത്. രശ്മിയിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ പ്രജിത്ത് കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ നിവേദ്യം കഴിഞ്ഞ് മടങ്ങുകയാണ്, ഭക്തലക്ഷങ്ങൾ മടങ്ങുകയാണ്. തമ്പാനൂരിൽ നിന്നാണ് പ്രജിത്ത് ചേരുന്നത്. പ്രജിത്ത്, എങ്ങനെയാണ് അവിടുത്തെ ഒരു സൗകര്യം? സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളുണ്ട്, ദീർഘദൂര ട്രെയിനുകളെല്ലാം പലയിടത്തും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ യാത്രാ സൗകര്യങ്ങൾ KSRTCയും ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് തമ്പാനൂരിൽ? നീലിമ, ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ തിരക്ക് ഇപ്പോൾ കാണാനില്ല എന്ന് പറയേണ്ടി വരും. കാരണം നിവേദ്യം അർപ്പിച്ച ഉടൻ തന്നെ പെട്ടെന്ന് നാടുകളിലേക്ക് മടങ്ങാനുള്ള നീലിമ എക്കോ അടിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അടുത്തു നിന്ന് എത്താൻ കഴിയുന്ന ആളുകളൊക്കെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവർ കൂടുതലായി പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇടിച്ചു കയറിയപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഒരു വലിയ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ പലയിടങ്ങളിലായി വരുന്ന സ്ത്രീകൾ, അവർക്ക് രണ്ട് തരത്തിലുള്ള സൗകര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന്, 2 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ആളുകൾക്ക് പോകാനുള്ള ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് നാഗർകോവിൽ, കന്യാകുമാരി ആ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പോകാനുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. എന്നാലും ഇങ്ങനെ പ്ലാറ്റ്ഫോം തിരിച്ച് ആളുകളെ ക്രമീകരിച്ചതുകൊണ്ട് തന്നെ പവർ ഹൗസ് റോഡിലും അതോടൊപ്പം പവർ ഹൗസ് റോഡിലുള്ള റെയിൽവേയുടെ പിൻവശത്തെ പ്രവേശന കവാടം വഴിയും അതോടൊപ്പം തന്നെ തമ്പാനൂർ ഭാഗത്തെ പ്രവേശന കവാടം വഴിയും ആളുകളെ നിയന്ത്രിച്ച് കടത്തിവിട്ടത് കൊണ്ട് തിരക്ക് കാര്യക്ഷമമായി നിയന്ത്രിച്ച് നിർത്തി എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ കൃത്യമായി ഈ ആളുകളുടെ ഒരു ഫ്ലോ ഉറപ്പിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ട്. 31ഓളം ട്രെയിനുകൾക്കാണ് അധികമായി പല സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. വന്ദേ ഭാരതിന് വരെ ഈ രീതിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വേണ്ടി എത്ര വലിയൊരു ക്രമീകരണമാണ് ദക്ഷിണ റെയിൽവേ ഒരുക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ വിവിധ ട്രെയിനുകൾ സമയം കുറച്ച് വൈകി, അതായത് ഈ പൊങ്കാലയുടെ നിവേദ്യം കഴിഞ്ഞ ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആ ഒരു സമയം കണക്ക് കൂട്ടി ട്രെയിനുകളുടെയൊക്കെ സമയക്രമീകരണം വരെ റെയിൽവേ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൺട്രോൾ റൂമുകളടക്കം ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. എത്തുന്ന ആളുകൾക്കൊക്കെ സഹായമൊരുക്കാനും അതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിനുകൾ, മറ്റ് സംശയങ്ങൾ, ഇതിൻ്റെ സുരക്ഷാ പ്രശ്ന കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കാനും നിയന്ത്രിക്കാനുമൊക്കെയായി പ്രത്യേകം കൺട്രോൾ റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ആളുകളെ CCTV വഴികൾ നിരീക്ഷിക്കുകയും അതനുസരിച്ച് ഓരോ ഭാഗത്തും ആളുകളെ അകത്തേക്ക് കടത്തിവിടാനുമൊക്കെയുള്ള സംവിധാനം ഇവിടെ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. അതിന് 24 മണിക്കൂറും അത് നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ കാണാതാകുകയോ അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇവിടെ വന്ന ആളുകളെ കണ്ടെത്തുന്നതിനുള്ള അനൗൺസ്മെന്റ് സംവിധാനം അടക്കം ഒരുക്കിയിട്ടുണ്ട്. വളരെ പഴുതടച്ച് കൃത്യമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ എത്തുന്നവർക്ക് എത്രയും പെട്ടെന്ന് നാടുകളിലേക്ക് മടങ്ങാനുള്ള സംവിധാനം തന്നെയാണ് റെയിൽവേയോട് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതിനായി റെയിൽവേ പോലീസ്, RPF, അതോടൊപ്പം തന്നെ കേരള പോലീസ്, ഇങ്ങനെ 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായി കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് വിവിധ KSRTC ഈ രീതിയിൽ തന്നെയാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. 300ഓളം ബസ്സുകൾ ഇത് രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇന്ന് KSRTCയുടെ ഭാഗത്ത് നിന്ന് ഈ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടൻ തന്നെ തമ്പാനൂരിലെ മെയിൻ റോഡിലേക്ക് RMSന്റെ ഭാഗത്തേക്ക്
KSRTCയുടെ ദീർഘദൂര ബസ്സുകളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആളുകൾ കയറി യാത്രകളും ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബസ്സിൻ്റെ കാര്യം അറിയാം, ഇന്ന് തലസ്ഥാനത്ത് നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടി കുറച്ച് സമയമെടുത്ത് മാത്രമായിരിക്കും ബസ്സുകൾ പുറത്തേക്ക് പോകുക. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഈ ട്രെയിനെ ആശ്രയിച്ച് ഉള്ള യാത്രകൾ പദ്ധതി ഇടുന്നത്. എന്തായാലും അങ്ങനെ ഉള്ള ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ ഈ നഗരത്തിലെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? പലയിടത്തും ബ്ലോക്കൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് നഗരത്തിലെ ഒരു ഗതാഗതമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? നിലിമ, നമ്മൾ ഇപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ ഉൾവശമാണ്. എന്തായാലും നഗരത്തിൽ സ്വാഭാവികമായും ഈ രീതിയിലുള്ള തിരക്കുണ്ടാകും. അതനുസരിച്ച് ചിലയിടങ്ങളെങ്കിലും ഗതാഗത കുരുക്കുകൾക്കൊക്കെയുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വ്യാപകമായ പരാതികൾ എന്തെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായ ഒരു ധാരണ ഇപ്പോഴില്ല. പക്ഷേ പരമാവധി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിൽ നിന്നൊക്കെ അടക്കം ലഭിക്കുന്ന വിവരം.